ഹലോ, ബിൽഡിയർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മളിവിടെ ഇന്ന് നോക്കുന്നത്, എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നു. മാത്സ് റീസണിങ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത കാര്യമായിരുന്നു ജനറൽ സയൻസിൻ്റെ ഒന്ന് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ജനറൽ സയൻസിലെ ലോക്കോ പൈലറ്റ് LP എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ കലക്കുന്നില്ല നമ്മൾ. എന്താ ചെയ്യുന്നത്, ഒരുപാട് വട്ടം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 300 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 50 ക്വസ്റ്റ്യൻസ് വെച്ച് ഓരോ വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരുമോ എന്ന് ചോദിച്ചാൽ സെയിം പാറ്റേണിൽ ക്വസ്റ്റ്യൻ വരും എന്നല്ല പറയുന്നത്. ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്കറിയാം അല്ലെ, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുമ്പം ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ 1-2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ വരാനുള്ള ചാൻസ് നമുക്കറിയാം. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, ഡ്യൂ ടു വാട്ട് ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കോൺസ്റ്റന്റ് ഇൻ മോഷൻ. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ കോൺസ്റ്റന്റ് മോഷൻ ഫോളോ ചെയ്യാനുള്ള കാരണം എന്താണ്? കൈനറ്റിക് എനർജി ആണ് കാരണം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് തിരിച്ചു വരാനുള്ള ചാൻസ് ഉള്ളത്? കൈനറ്റിക് എനർജി കാരണം, കൈനറ്റിക് എനർജി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ മോഷൻ ഏത് രീതിയിലായിരിക്കും എന്നുകൂടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായിരിക്കും ആൻസർ? കോൺസ്റ്റന്റ് മോഷൻ എന്നായിരിക്കും അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന മോഷൻ ഏതാണ് എന്ന് മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന എനർജി ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഏതാണ്? കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, സ്റ്റാൻഡിങ് പൊസിഷനിൽ അല്ലെങ്കിൽ റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാവുന്നത് ഏത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ് ആ ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള ഒരു ഐഡിയ കിട്ടിയില്ലേ നിങ്ങൾക്ക്? നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രെയിറ്റഡ് മസിൽസ്? സ്ട്രെയിറ്റഡ് മസിൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് സ്ട്രെയിറ്റഡ് മസിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കണേന്ന് ചോദിച്ചാൽ, സിലിണ്ട്രിക്കൽ ആയിരിക്കും, അൺബ്രാഞ്ചഡ് ആയിരിക്കും, ബ്രാഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, പിന്നെന്താണ്, മൾട്ടി ന്യൂക്ലിയേറ്റഡ്, ഒരു ന്യൂക്ലിയസ് മാത്രമല്ല അവിടെ ഉണ്ടാവുന്നത്, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള അൺബ്രാഞ്ചഡ് സിലിണ്ട്രിക്കൽ മസിൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെയിറ്റഡ് മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ ചോദിക്കാം, ഇതിലെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചോദിച്ചിട്ട് നമ്മളോട് അത് ഏത് മസിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ന് കൂടെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മനസ്സിലായില്ലേ, ഓരോ ക്വസ്റ്റ്യനിൽ നിന്നും ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും എന്ന് നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ക്ലിയർ ആയല്ലോ അല്ലെ? അടുത്തത്, in case of reflection of light from a convex mirror, ഒരു കോൺവെക്സ് മിററിൽ നിന്നും ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോ when a parallel ray of light is incident on the reflecting surface, ആ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന സർഫസിൽ ഒരു പാരലൽ റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ത് ഫോമിലായിരിക്കും ഇരിക്കുന്നത്? ഡൈവേർജിങ് ഫ്രം പ്രിൻസിപ്പൽ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും ഡൈവേർജ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഒരു കോൺവെക്സ് മിററിൽ നിന്നും ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് പോവുകയാണ്. അങ്ങനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ആ സർഫസിൽ, റിഫ്ലക്ട് ചെയ്ത സർഫസിൽ ഒരു പാരലൽ റേ ഓഫ് ലൈറ്റ് ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ലൈറ്റ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി the cranial nerves originating from the brain and the spinal nerves originating from the spinal cord together form what? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. ക്രേനിയൽ nerves എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വരുന്നതാണ്? ബ്രെയിനിൽ നിന്നും വരുന്ന nerves ആണ് ക്രേനിയൽ nerves. ഇനി സ്പൈനൽ nerves എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വരുന്ന nerves ആണ്? സ്പൈനൽ കോഡിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യണതാണ് സ്പൈനൽ nerves. ഇത് രണ്ടും കൂടെ ഫോം ചെയ്യണത് എന്താണ്? പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ് ഫോം ചെയ്യണത്. ഓക്കെ, അപ്പൊ ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യണതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് കൂടെ കിട്ടി. ബ്രെയിനിലുള്ള നെർവ്സ് ഏതാണ്? ക്രേനിയൽ നെർവ്സ് ആണ്. സ്പൈനൽ കോഡിലുള്ള നെർവ്സ് ഏതാണ്? സ്പൈനൽ നെർവ്സ് ആണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ പെരിഫറൽ നെർവസ് സിസ്റ്റം. അടുത്തത്, the energy gained by an object due to change in its position or configuration is called.
ഇതാണ് നമ്മൾ പറഞ്ഞത്. അതായത് പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ ചേഞ്ച് ഉണ്ടാവുമ്പോൾ ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാവുന്ന എനർജി ഗെയിൻ ചെയ്യുന്നതിന് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുന്നത്. പൊസിഷൻ ചേഞ്ച് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ, മൂവ്മെന്റ് അല്ല അവിടെ സംഭവിക്കുന്നത്. റെസ്റ്റിംഗ് പൊസിഷനിൽ ഇരിക്കുന്ന ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് എനർജി ഗെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ 5 ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. 10-11 ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെ നിന്ന് പഠിച്ചു? ഈ ഒരു 5 ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് in which cell organelle is ATP produced? ATP പ്രൊഡ്യൂസ് ചെയ്യണത് എവിടെയാണ്? മൈറ്റോകോൺട്രിയ ആണ് ATP പ്രൊഡ്യൂസ് ചെയ്യണത്. ATP എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് അല്ലെ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് ATP യെ നമ്മൾ പറയുന്നത്. ATP പ്രൊഡ്യൂസ് ചെയ്യണത് എവിടെ വെച്ചിട്ടാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് ATP പ്രൊഡ്യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? 2 കാര്യങ്ങൾ അവിടെ പഠിച്ചു അല്ലെ? ATP എന്താണെന്നും പഠിച്ചു, മൈറ്റോകോൺട്രിയയിലാണ് പ്രൊഡ്യൂസ് ചെയ്യണതെന്നും പഠിച്ചു. ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് ഈസ് റിലേറ്റഡ് ടു ദ ഫിനോമിനൻ ഓഫ്. സ്റ്റാർസ്, നക്ഷത്രങ്ങളുടെ തിളക്കം, അത് എന്ത് കാരണമാണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് കാരണമാണ് നക്ഷത്രങ്ങൾക്ക് ആ ഒരു തിളക്കം കിട്ടുന്നത്. ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന്റെ എക്സാമ്പിൾ ആണ്. 2 രീതിയിലും ചോദിക്കാം. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ എക്സാമ്പിൾസ് ഫോർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് ചോദിച്ചാൽ അവിടെ ഓപ്ഷനിൽ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് ഉണ്ടെങ്കിൽ അതാണ് അതിന് ആൻസർ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെയിം ക്വസ്റ്റ്യനും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് which of the following devices does not use the magnetic effect of electric current? ഇലക്ട്രിക് കറന്റിന് ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട് അല്ലെ? ആ മാഗ്നറ്റിക് എഫക്റ്റ് യൂസ് ചെയ്യാത്ത ഒരു ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് കോമ്പസ് ആണ്. ഓക്കെ, ഇലക്ട്രിക് കറന്റ് ഒന്നും വേണ്ട അല്ലെ? മാഗ്നറ്റിക് കോമ്പസിന് നമുക്ക് ഇലക്ട്രിക് കറന്റിന്റെ മാഗ്നറ്റിക് എഫക്റ്റ് വെച്ചിട്ടാണോ മാഗ്നറ്റിക് കോമ്പസ് വർക്ക് ചെയ്യണത്? അല്ല, ഇലക്ട്രിസിറ്റി അവിടെ ഉണ്ടാവുന്നതേ ഇല്ല അല്ലെ? അപ്പൊ മാഗ്നറ്റിക് കോമ്പസിന് എന്ത് ആവശ്യമില്ല? ഇലക്ട്രിക് കറന്റിന്റെ മാഗ്നറ്റിക് എഫക്റ്റ് ആവശ്യമില്ല. ഓക്കെ, നമ്മളോട് തിരിച്ചും ചോദിക്കാം മാഗ്നറ്റിക് കോമ്പസിന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്താന്ന് ചോദിച്ചാൽ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ല എന്നുള്ള കാര്യം അറിഞ്ഞാൽ ബാക്കി നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തി ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ലൈക്ക് ലോണ്ട്രി അയൺ, ഇലക്ട്രിക് ടോസ്റ്റർ, ഇലക്ട്രിക് ഓവൻ, ഇലക്ട്രിക് കെറ്റിൽ ആൻഡ് ഇലക്ട്രിക് ഹീറ്റർ ആർ ബേസ്ഡ് ഓൺ വിച്ച് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്? ഇലക്ട്രിക് കറന്റിലാണ് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യണത് എന്ന് നമുക്കറിയാം. അവിടെ കൺവേർഷൻ ഉണ്ട് അല്ലെ? എനർജി കൺവേർഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ സാധനങ്ങളിൽ അയൺ ബോക്സ് ആണെങ്കിലും ടോസ്റ്റർ ആണ്, ഓവൻ, കെറ്റിൽ, ഹീറ്റർ, ഇതിലൊക്കെ ഇലക്ട്രിക് എനർജി എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യണത്? തെർമൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ആണ് അല്ലെ അവിടെ ഉണ്ടാവുന്നത്. സോ ഇലക്ട്രിക് കറന്റിന്റെ ഏത് എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്? തെർമൽ എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, തെർമൽ എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. എ സീരീസ് ഓഫ് കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ഹൈഡ്രജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ദ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ദ കാർബൺ ചെയിൻ ഈസ് കോൾഡ്. അതായത് ഒരു കോമ്പൗണ്ട് സീരീസ് ഉണ്ട്. ഓക്കെ, വാട്ട് എവർ മേ ബി ദ കോമ്പൗണ്ട് എന്ത് തന്നെ ആണെങ്കിലും ആ കോമ്പൗണ്ടിനകത്ത് അവരുടെ ഹൈഡ്രജന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രം ചേഞ്ച് സംഭവിക്കുകയാണ്. ഹൈഡ്രജൻ മാത്രം റീപ്ലേസ് ചെയ്ത് പോകുന്ന സീരീസ് ഓഫ് കോമ്പൗണ്ട്സിനെ നമ്മൾ എന്താ പറയുക? ഹോമോലോഗസ് സീരീസ് എന്നാണ് പറയുന്നത്. ഒരു കാർബൺ ചെയിനിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഓക്കെ, ഹൈഡ്രജന്റെ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ചിട്ട് കാർബൺ ചെയിനിലെ കോമ്പൗണ്ട്സിനെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് പോകുന്ന സീരീസ് ഓഫ് കോമ്പൗണ്ട്സിനെ നമ്മൾ എന്താ പറയുക? ഹോമോലോഗസ് സീരീസ് എന്ന് പറയും. ക്വസ്റ്റ്യൻ എങ്ങനെയും വരാം, ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും വരാം. അപ്പൊ അവിടെ ഇതാണ് റീപ്ലേസ്മെന്റ് ഓഫ് ഹൈഡ്രജൻ ഇൻ കാർബൺ ചെയിൻ ആണ് എന്തെന്ന് പറയുന്നത്? ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചോദിക്കാം അവിടെ? സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്യണത്. ആ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ തേർമൽ എഫക്റ്റ്, ഇവിടെ എന്ത് രീതിയിലുള്ള കൺവേർഷൻ ആണ് നടക്കുന്നത് എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഇലക്ട്രിക്കൽ എനർജി ടു തെർമൽ എനർജി എന്ന് പറയണം. അല്ലെങ്കിൽ എന്താണ്? ഇലക്ട്രിക് കറന്റ് ടു തെർമൽ, ഇലക്ട്രിക് എഫക്റ്റ് ടു തെർമൽ എഫക്റ്റ് എന്നും പറയാം. അല്ലെങ്കിൽ ഈ ഒരു കൺവേർഷൻ ഇതിലെ ഏതിനാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ അത്
ആലോചിച്ചിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനകത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ വരും എന്ന് പറഞ്ഞു തന്നതും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഒബ്റ്റെയിൻഡ് വെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട്സ് വിത്ത് വാട്ടർ? ഹൈഡ്രോക്ലോറിക് ആസിഡും വാട്ടറും റിയാക്ട് ചെയ്യണം. ഹൈഡ്രോക്ലോറിക് എന്ന് പറഞ്ഞാൽ എന്താണ്? HCl ആണ് അല്ലെ. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? H2O ആണ്. ഇത് റിയാക്ട് ചെയ്താൽ അവിടെ എന്താണ് ഫോം ചെയ്യണത്? H3O പ്ലസ് Cl മൈനസ്, ഇതാണ് ഫോം ചെയ്യുന്നത്. ഹൈഡ്രോണിയൻ അയൺ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഹൈഡ്രോണിയൻ അയണും ക്ലോറിനുമാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡും വാട്ടറും. അപ്പൊ നോക്കുക, അവിടെ രണ്ട് Hഉം ഒരു Oയും കൂടെ ഹൈഡ്രോണിയൻ അയൺ ഫോം ചെയ്തു. ബാക്കിയുള്ള ക്ലോറിൻ എന്താണ്? ഒരു ഫ്രീ അയൺ ആയിട്ട് പുറത്തു നിന്നു. ഓക്കെ, അപ്പൊ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി in case of jelly, which of the following is the dispersed phase? ജെല്ലിയുടെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസിൽ നിൽക്കുന്നത്, ജെല്ലി എല്ലാ ഫോമിലും ഉണ്ടാവും അല്ലേ, അതിന്റെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് ഏതാണ്? ലിക്വിഡ് ഫേസിലാണ് അത് ഡിസ്പേർഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, എന്താ പറയണത്? ലിക്വിഡ് ഫേസിലാണ് ജെല്ലി ഡിസ്പേഴ്സ്ഡ് ഫേസിൽ ഇരിക്കുന്നത്. ഓക്കെ, ഇനി if the force of attraction between the earth and an apple placed at a distance x is f, then what will be the force applied when the same apple is placed at a distance 2x? അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എർത്തും ആപ്പിളും, ഓക്കെ, എർത്തും ആപ്പിളും ഇരിക്കുന്നുണ്ട്. അവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? F ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഡിസ്റ്റൻസ് x ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്രയാണ്? F ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2x ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ അവരുടെ ഫോഴ്സ് കുറയാണ് ചെയ്യുക അല്ലെ. ഡിസ്റ്റൻസ് കൂടുന്തോറും ഫോഴ്സിന് എന്താ സംഭവിക്കുക? ഫോഴ്സ് കുറയാണ് ചെയ്യുക അല്ലെ. അപ്പോൾ ഈ x ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന സമയത്ത് ഫോഴ്സ് F ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ 2x ഡിസ്റ്റൻസിൽ പോയി കഴിഞ്ഞാൽ ഫോഴ്സ് എന്താവും? ഫോഴ്സ് by 2 ആവും അല്ലെ. അപ്പൊ എന്താവും? ഫോഴ്സ് F/4 ആവും. 4 മടങ്ങ് എന്താവും? ഫോഴ്സ് കമ്മിയാവുകയാണ് ചെയ്യണത്. ക്ലിയർ ആയില്ലേ? The atomic number of an atom is equal to, ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ അതിന്റെ എന്തിനാണ് ഈക്വൽ? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിന് ഈക്വൽ ആയിരിക്കും ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ്സ് ഫൈൻ, പക്ഷെ പ്രോപ്പർ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ആണ് എന്തെന്ന് പറയുന്നത്? ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത്, ട്രേറ്റ്സ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ, നമ്മുടെ പാരമ്പര്യം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കുറേ അധികം കാര്യങ്ങൾ അല്ലെ. ഇപ്പൊ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. നമുക്ക് കുറേ അധികം ക്വാളിറ്റീസ് കമ്പൈൻഡ് ആയിട്ടാണ് ഓരോ മനുഷ്യനും വരുന്നത്. ഈ കോമ്പിനേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പറ്റേണൽ DNA-യിൽ നിന്നും കിട്ടും, മറ്റേണൽ DNA-യിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരിക്കലും നമ്മുടെ ക്യാരക്ടേഴ്സ് ഒരാളിൽ നിന്ന് മാത്രം അഡാപ്റ്റ് ചെയ്തതാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഏത് രീതിയിലാണ് അതൊരിക്കലും ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ മാത്രം ആയിരിക്കില്ല കിട്ടുന്നത്. അവരുടെ സിബ്ലിങ്സിൽ നിന്നും അവരുടെ പാരന്റ്സിൽ നിന്നും ഒക്കെയുള്ള എന്ത് നമുക്ക് കിട്ടും? ട്രെയ്റ്റ്സ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ്? ഈ പറയുന്ന ട്രെയ്റ്റ്സ് എല്ലാം കൺവേർഷൻ സംഭവിക്കുന്നത് ത്രൂ DNA ആണ്. ഓക്കെ, അവിടെ ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് വരുന്നത് DNA ത്രൂ ആയതുകൊണ്ട് തന്നെ പറ്റേണൽ DNA-യും മറ്റേണൽ DNA-യും അതിന് ഒരുപോലെ എന്താണ്? കാരണക്കാര് ആണ്. ഓക്കെ, അപ്പം അത്രയുമാണ് ഇതിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ്. പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെറ്റിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓപ്ഷൻസ് റെപ്രസെന്റ്സ് മെറ്റൽസ് ദാറ്റ് ഡു നോട്ട് റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ? തണുത്ത വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യാത്ത മെറ്റൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അലുമിനിയം, അയൺ, സിങ്ക്. ഓക്കെ, അലുമിനിയം, അയൺ, സിങ്ക് ഈ മെറ്റൽസ് ഒന്നും തന്നെ തണുത്ത വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ?
അപ്പൊ ഇതിന് ചോദ്യം വരാനുള്ള ചാൻസ് എന്താണ്? തന്നിരിക്കുന്ന മെറ്റൽസ് ഏതെങ്കിലും ഒരു മെറ്റൽ തരും, ഈ മെറ്റൽ ഏതുമായിട്ടാണ് റിയാക്ട് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ അതെന്താണ്? കോൾഡ് വാട്ടറുമായിട്ടാണ് റിയാക്ട് ചെയ്യാത്തത്. ഓക്കെ. ഡിവിഷൻ ഓഫ് ലേബർ ടേക്സ് പ്ലേസ് ഇൻ. ലേബർ ഡിവിഷൻ നമ്മൾ ഓർഗാനിസംസ് പഠിക്കുമ്പോൾ നോക്കിയിട്ടുണ്ട് അല്ലെ. അപ്പം ലേബർ ഡിവിഷൻ സംഭവിക്കുന്നത് എവിടെയാണ്? യൂണിസെല്ലുലാറിലും മൾട്ടിസെല്ലുലാറിലും ലേബർ ഡിവിഷൻ ഉണ്ട് അല്ലെ. യൂണിസെല്ലുലാർ ഓർഗാനിസംസിലും മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസിലും എന്തുണ്ട്? ലേബർ ഡിവിഷൻ ഉണ്ട്. ഓക്കെ. അടുത്തത്, the resistance of a 10 meter long copper wire is R ohm. 10 meter long ആയിട്ടുള്ള കോപ്പർ വയറിന്റെ റെസിസ്റ്റൻസ് R ആണെങ്കിൽ 5 meter കോപ്പർ വയറിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ് പറയുന്നത്? സിമ്പിൾ ആണ്. എന്താണ്? ഹാഫ് ഓഫ് ദ റെസിസ്റ്റൻസ് ആണ് ആവുക. ഹാഫ് ഓഫ് ദ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്ര വരും? 0.5 R ആണ് ആവുക. കാരണം എന്താണ്? ലെങ്ത് പകുതിയാണ് കുറഞ്ഞത്. റെസിസ്റ്റൻസ് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. ലെങ്ത് കുറഞ്ഞാൽ റെസിസ്റ്റൻസും കുറയും. അപ്പോൾ ഇവിടെ പകുതി ലെങ്ത് കുറഞ്ഞപ്പോൾ റെസിസ്റ്റൻസ് ഓൾസോ എന്തായി? പകുതി കുറഞ്ഞു. ഓക്കെ. Which of the following electrolytes is used in the electrolytic refining of copper? Copper ന്റെ electrolytic refining ൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോപ്പർ സൾഫേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത് നമ്മളോട്? കോപ്പറിന്റെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? കോപ്പർ സൾഫേറ്റ്. തിരിച്ച് ആ പ്രോസസ്സ് എന്താണെന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ആണ് ആ ഒരു പ്രോസസ്സ്. ഓക്കെ. അപ്പൊ അത്രയും കാര്യം ക്ലിയർ ആയില്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following options represents the subatomic particles found in Thomson's atomic model? തോംസൺസ് പ്ലം പുഡിംഗ് മോഡൽ, അറ്റോമിക് മോഡൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ റെപ്രസെന്റ് ചെയ്യണത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ റെപ്രസെന്റ് ചെയ്യണത് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ആണ്. ഓക്കെ. തോംസൺസ് അറ്റോമിക് മോഡലിനകത്ത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ആണ്. ഓക്കെ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയില്ലേ? 20 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. അതിനകത്തുനിന്ന് ഓൾമോസ്റ്റ് ഒരു 40 ക്വസ്റ്റ്യൻസിനുള്ള കണ്ടന്റ് നമ്മൾ ഇതിനകത്തുനിന്ന് നോക്കിയിട്ടുണ്ട്. ശരിയല്ലേ? ഓരോ ക്വസ്റ്റ്യനും മിനിമം ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മിനിമം 2 ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 30-40 ക്വസ്റ്റ്യനോളം നമ്മൾ ഈ 20 ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്തത്, which of the following is not secreted by the gastric glands located in the stomach wall? നമ്മുടെ stomach wallനകത്ത് gastric glands ഉണ്ട് അല്ലെ. HCl ഒക്കെ നമ്മൾ അവിടെ കാണാറുണ്ട്, HCl അവിടെ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. gastric juices അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. അവിടെ സെക്രീറ്റ് ചെയ്യാത്ത ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇതാണ്, അതാണ് സലൈവ എന്ന് പറയുന്നത്. സലൈവ ഒരിക്കലും gastric glands ൽ നിന്നല്ല സെക്രീറ്റ് ചെയ്ത് വരുന്നത്. സലൈവ നമ്മുടെ വായിൽ നിന്നാണ് സെക്രീഷൻ ഉണ്ടാവുന്നത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോവിങ്, ആ ജ്യൂസ് അല്ല സലൈവ, ജ്യൂസ് എന്നുള്ള വേർഡ് കിട്ടാണ്ട് തെരഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ ഹോമോജീനസ് മിക്സ്ചർ? ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷേ ഇത് നോക്ക്, വെള്ളത്തിന് നമ്മൾ വെള്ളവും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമോ? പറ്റും അല്ലേ? കാരണം എന്താണ്? വെള്ളം ഒരിക്കലും എണ്ണയിൽ മിക്സ് ആവില്ല, എണ്ണ ഒരിക്കലും വെള്ളത്തിൽ മിക്സ് ആവില്ല. നമ്മൾ അങ്ങനെ മിക്സ് ചെയ്യാൻ ട്രൈ ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കും? എണ്ണ മേലോട്ട് പാറി നിൽക്കും. എണ്ണയുടെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് കുറവായതുകൊണ്ട് എണ്ണ മേലോട്ട് പാറി നിൽക്കും. ഓക്കെ. Which of the following environmental factors play an important role in sex determination of some reptiles? ചില reptilesന്റെ sex determination, female male ആവാനുള്ള ചാൻസ് ടെമ്പറേച്ചറിനുണ്ട്. ഓക്കെ. ക്രോക്കഡൈലിനൊക്കെ ഉണ്ട്. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഫീമെയിൽസ് ആയിരിക്കും, ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ മെയിൽസ് ആയിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചില റെപ്റ്റൈൽസിന് ഫാക്ടർ ആണ്. അപ്പം ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചില റെപ്റ്റൈൽസിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? സെക്സ് ഡിറ്റർമിനേഷൻ സംഭവിക്കുന്നുണ്ട്. അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ക്രോക്കഡൈൽസ്. ഓക്കെ. ക്രോക്കഡൈൽസ് എക്സാമ്പിൾ ആണ്.
Next, when an object is placed at a distance of 20 centimeter in front of a concave mirror, a real image is formed at the center of curvature of the mirror. The magnification produced by the mirror is. Okay. അപ്പം ഒരു കോൺകേവ് മിററിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ ഇമേജ് ഫോം ചെയ്യണത് എവിടെയാണ്? ആ മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചറിലാണ് റിയൽ ഇമേജ് ഫോം ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നിഫിക്കേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. -1 ആയിരിക്കും അവിടെ ആര് മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇതിൽ നിന്ന് നമുക്ക് തിരിച്ച് ഡിസ്റ്റൻസ് ചോദിക്കാം, റിയൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യണത് എന്നൊക്കെ ഈ ഒരു സെയിം ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മുടെ വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത്, which of the following devices does not use the motion of a current carrying conductor in a magnetic field? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടാവും അല്ലെ. ആ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ മോഷൻ യൂസ് ചെയ്യാത്ത ഡിവൈസ് ഏതാണ്? ഇലക്ട്രിക് ഹീറ്റർ ആണ്. ഓക്കെ, കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, മാഗ്നറ്റിക് ഫീൽഡിലുള്ള കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ മോഷൻ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് യൂസ് ചെയ്യാത്ത ഡിവൈസ് ഏതാണ്? ഇലക്ട്രിക് ഹീറ്റർ ആണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? തേർമൽ എഫക്റ്റ് ആണ് യൂസ് ചെയ്യണത് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇലക്ട്രിക് കറന്റിന്റെ തേർമൽ എഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ആര് വർക്ക് ചെയ്യണത്? ഇലക്ട്രിക് ഹീറ്റർ വർക്ക് ചെയ്യണത്. ഓക്കെ, അപ്പൊ നമ്മൾ പകുതി എത്തി. 25 ക്വസ്റ്റ്യൻസ് നോക്കി. ഇത് കഴിഞ്ഞ ALP എക്സാമിന് ചോദിച്ച, ഞാനിങ്ങനെ ഈ ഷിഫ്റ്റ് ഈ ഡേ എന്നൊന്നുമില്ല, ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ മിക്സ് ചെയ്ത് കണ്ടിന്യൂസ് ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യണത്. അതിനകത്ത് 25 എണ്ണം നമ്മൾ നോക്കി. പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നേരത്തെ പറഞ്ഞതുപോലെ 25 ക്വസ്റ്റ്യൻ എഴുതി വെച്ചത് നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഓൾമോസ്റ്റ് ഒരു 40-50 ക്വസ്റ്റ്യൻസ് ഈ 25 എണ്ണത്തിൽ നിന്ന് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, തിരിച്ച് എങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് കടക്കാം. ഓക്കെ, 26th ക്വസ്റ്റ്യൻ ആണ്. When we are traveling in a bus, we start moving forward when the bus stops suddenly. This is due to. അല്ലെ, നമ്മൾ ഒരു ബസ് എന്ന് മാത്രമല്ല ഏത് ഒരു വെഹിക്കിളിൽ പോവുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആ ഒരു വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പം അവിടെ നമ്മുടെ ബോഡി എന്താവും? ഫ്രണ്ടിലേക്ക് ഒന്ന് പോയിട്ടാണ് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെ. ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇനേർഷ്യ ഓഫ് അവർ ബോഡി എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ എന്ത് പറയും? ഇനേർഷ്യ ഓഫ് മോഷൻ എന്നും പറയും. ഓക്കെ, ഇനേർഷ്യ ഓഫ് മോഷൻ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ട് പറയുമെങ്കിൽ പോലും ഒരുപാട് ആക്സിഡൻസിന് കാരണമാവുന്ന ഒരു കാര്യമാണ് ഈ ഇനേർഷ്യ ഓഫ് മോഷൻ. ഇത് റെസിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കാരണവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോ ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരിക്കുകയാണ്, കാറിലൊക്കെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കറിയില്ല എപ്പോഴാണ് ബ്രേക്ക് ചെയ്യേണ്ടത് വരിക എന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മൾ എത്രത്തോളം അലേർട്ട് ആയിട്ട് ഇരുന്നാലും ചില സിറ്റുവേഷൻസിൽ നമുക്ക് സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരും. അങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് ചില സമയത്ത് നമ്മുടെ കൺട്രോളിലായിരിക്കില്ല നമ്മുടെ ബോഡി. ഓൾവേസ് നമ്മുടെ കൺട്രോളിലല്ല. ഒരു മൂവിങ് വെഹിക്കിളിൽ ഇരിക്കുന്ന ബോഡി നമ്മുടെ കൺട്രോളിൽ അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് സമ്മതിച്ച് തന്നേ പറ്റൂ. കാരണം നമ്മുടെ കൺട്രോളിലല്ല ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ നോർമലി ഒരിടത്ത് ഇരുന്നിട്ട് തിരിയാനും മറിയാനും ഒക്കെ പറ്റുന്നത് പോലെ നമുക്കൊരു മൂവിങ് വെഹിക്കിളിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റൂ? പറ്റില്ല. നമ്മൾ അത്രയും ബോഡി ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഏത് സെറ്റിലായിരിക്കുന്നത്? നമ്മുടെ ബോഡി മൂവിങ് മൈൻഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് അവിടെ ഉണ്ടാവുന്ന ബ്രേക്ക് ബോഡിയിലേക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സമയം എടുക്കും. ഓക്കെ, ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ബോഡി ഫ്രണ്ടിലേക്ക് പോവാം. കാരണം വണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബോഡിയും എന്താണ്? ഫ്രണ്ടിലേക്ക് പോവാനുള്ള ടെൻഡൻസിയിൽ ഫ്രണ്ടിലേക്ക് ആഞ്ഞു പോകും. അതിന് കാരണം ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. ഇത് സെയിം തിരിച്ചും സംഭവിക്കാം. നമ്മൾ അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു വണ്ടിയിൽ നിന്നും വണ്ടി പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ടൈമിലും നമ്മുടെ ബോഡി എന്താകും? ഒന്ന് പുറകിലേക്കാകും. നമ്മുടെ ബോഡി ഒന്ന് പുറകിലേക്കാണ് ആഞ്ഞു വരിക. അത് നമുക്ക് കാറിൽ അത്ര
അത്രത്തോളം അറിയില്ല, കാരണം നമ്മൾ സീറ്റിൽ ചാരി ഇരിക്കുകയായിരിക്കും. സീറ്റിൽ ചാരി ഇരിക്കുന്ന കേസുകളിൽ നമുക്കത് പെട്ടെന്ന് അറിയുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ എന്നാലും അറിയാം, ഒന്നിങ്ങനെ ഒന്ന് ആഞ്ഞ് ഫ്രണ്ടിലേക്ക് പോയിട്ട് ബാക്കിലേക്ക് വരും നമ്മൾ. എന്നാലും നമുക്ക് ബസ്സിലൊക്കെയാണ് അതറിയാം. ബസ്സിൽ നിൽക്കുന്ന ഒരാൾക്ക് നിന്നിടത്ത് നിന്നോണ്ടിരുന്ന റെസ്റ്റിലിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒന്ന് ആഞ്ഞു പോകുന്നത് മനസ്സിലാക്കാൻ പറ്റും. അതിന് കാരണം എന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഓക്കെ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. കാരണം നമ്മുടെ ബോഡി എന്താണ്? റെസ്റ്റിൽ ഇരിക്കാൻ ടെൻഡൻസിയിൽ നിൽക്കുകയാണ്. പക്ഷെ വെഹിക്കിൾ മൂവ് ചെയ്തത് കൊണ്ട് നമ്മുടെ ബോഡി ആ റെസ്റ്റിൽ നിന്നും അങ്ങോട്ടേക്ക് നീങ്ങാനുള്ള ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ മൂവിങ് വെഹിക്കിളിൽ നമ്മുടെ ബോഡി മൂവിങ് വെഹിക്കിൾ പെട്ടെന്ന് നിൽക്കുമ്പോൾ ബോഡി ഫ്രണ്ടിലേക്ക് പോകാനുള്ള റീസൺ ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. ബേസിക് ആയിട്ട് ഇതിന്റെ എല്ലാം കാരണം ഇനേർഷ്യ ഓഫ് ബോഡിയാണ്. ഓക്കെ, അപ്പൊ മൂവിങ് ബസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ഇനേർഷ്യ ഓഫ് മോഷനും, റെസ്റ്റിലിരിക്കുന്ന ഒരു ബസ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ഇനേർഷ്യ ഓഫ് റെസ്റ്റുമാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നോക്കിയിട്ടുണ്ട്. അടുത്തത്, fruits and seeds have high concentration of which of the following plant hormones? ഫ്രൂട്ട്സിലും സീഡ്സിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് ഹോർമോൺ ആണ്? സൈറ്റോകിനിൻ ആണ് കാണപ്പെടുന്നത്. ഫ്രൂട്ട്സിലും സീഡ്സിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്ലാന്റ് ഹോർമോൺ ഏതാണ്? സൈറ്റോകിനിൻ ആണ് കാണുന്നത്. ഓക്കെ, ഇനി ഒരു മോട്ടർ പെർ യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഓക്കെ, വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ആണ് എന്തെന്ന് പറയുന്നത്? പവർ ഓഫ് ദാറ്റ് മോട്ടോർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഹോഴ്സ് പവർ എന്നും ജൂൾ എന്നും അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മൾ അതിനെ പറയുന്നുണ്ട്. ദെൻ വാട്ട് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. when light falls on a opaque body, ഒരു opaque ബോഡിക്കകത്ത് ലൈറ്റ് വന്ന് വീഴുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് കാണും? ഒരു ജോമെട്രിക്കൽ ഷാഡോ ആണ് കാണുക അല്ലെ. അതിന് കാരണം എന്താണ്? ഒരു ജോമെട്രിക്കൽ ഷാഡോ ആണ് നമ്മൾ കാണുക. അതിന്റെ കാരണം എന്ന് പറയുന്നത് ലൈറ്റിന്റെ ടെൻഡൻസി എന്താണ്? സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യാനാണ്. ഓക്കെ, ലൈറ്റിന്റെ ടെൻഡൻസി, ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്, ഒരു കാര്യമാണ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ ഒരു ബാരിയർ പോലെ ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റിനെ അവിടെ കൊണ്ടുവച്ചാൽ ആ ലൈറ്റ് വന്നിട്ട് ആ ഒബ്ജക്റ്റിലാണ് വന്ന് വീഴുന്നത്. അവിടെ അപ്പൊ എന്താ ഫോം ചെയ്യുന്നത്? ഒരു ജോമെട്രിക്കൽ ഷാഡോ ആയിരിക്കും ഫോം ചെയ്യുക. അതിന്റെ കാരണം എന്ന് പറയുന്നത് ലൈറ്റിന് സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് എന്താണ്? ലൈറ്റിന്റെ സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യാനുള്ള ടെൻഡൻസി കാരണം ഉണ്ടാവുന്ന ഷാഡോയുടെ ഷേപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ അത് ഏത് ഒബ്ജക്റ്റിൽ പോയിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു ഷാഡോ ഉണ്ടാവുന്നത് എന്നും ചോദിക്കാം. ഏത് ഒബ്ജക്റ്റിലാണെന്ന് ചോദിച്ചാൽ ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആണ്. ഏത് ഷാഡോ ആണ് ഫോം ചെയ്യുന്നത് ചോദിച്ചാൽ ജോമെട്രിക്കൽ ഷാഡോ ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What will happen to a massive object in free fall under the influence of the gravitational force of the earth? എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഒരു മാസീവ് ഒബ്ജക്റ്റ്, നല്ല മാസ്സുള്ള, നല്ല വെയിറ്റ് ഉള്ള, മാസ്സുള്ള ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫോൾ ചെയ്യാണ്. ഫ്രീ ഫോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മാസീവ് ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കുറച്ച് വലിയ ഹൈറ്റിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് താഴേക്ക് ഇടുകയാണ്. ഓക്കെ, ഒരു കല്ല് നമ്മൾ താഴേക്ക് ഇടുന്നതും ഒരു ബോൾ നമ്മൾ താഴേക്ക് ഇടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു ബോൾ താഴേക്ക് ഇട്ടാൽ അത് കറക്റ്റ് താഴെ വന്ന് വീഴുവോ? അത് പതുക്കെ താഴെ എത്തുള്ളൂ അല്ലെ. ബോൾ പതുക്കെ താഴെ എത്തുള്ളൂ. ഓൾസോ അവിടെ എന്ത് സംഭവിക്കും? അത് കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ പോയി വീഴണമെന്നും ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ അതേ ഹൈറ്റിൽ നിന്ന് നമ്മൾ സെയിം സ്ഥലത്തേക്ക് ഒരു കല്ലാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ, നല്ല വെയിറ്റ് ഉള്ള ഒരു കല്ലാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് തന്നെ അത് വന്ന് വീഴും. നമ്മൾ വിചാരിച്ചതിനേക്കാൾ സ്പീഡിലായിരിക്കും അത് വന്ന് വീഴുന്നത്. ഓക്കെ, അപ്പൊ ഒരു മാസീവ് ഒബ്ജക്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ താഴേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസിൽ നിന്നും പഠിച്ചത്. അതെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is the general formula for alkenes? ആൽക്കീൻസിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n. ഈ രണ്ട് N വെച്ചിട്ടാണ് നമ്മൾ ആൽക്കീൻസ് എല്ലാം ഫോം ചെയ്യണത്. ഓക്കെ, അപ്പൊ എന്ത് വരും? CH2 വരും, പിന്നെന്താ വരിക? C2H4 വരും, then എന്ത് വരും? C3 ആണ് വരുന്നതെങ്കിൽ ഇവിടെ എന്ത് വരും? H6 വരും. ഓക്കെ, മനസ്സിലായോ ഏത് രീതിയിലാണ് ആൽക്കീൻസ് ഫോം ചെയ്യണത് എന്നുള്ളത്?
നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which biotic component is present in the largest number in an ecosystem? ഒരു എക്കോസിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബയോട്ടിക് കോമ്പണന്റ് എന്താണ്? പ്രൊഡ്യൂസേഴ്സ് ആണ്. ഓക്കെ, പ്രൊഡ്യൂസേഴ്സിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. കാരണം ഒരു ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിന്റെ ചെയിൻ, ലൈഫ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പ്രൊഡ്യൂസേഴ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസേഴ്സ് ആണ് ഉണ്ടാവുക. കാരണം പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ല, ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഈ സെയിം പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ഡിഫറെന്റ് ഫുഡ് ചെയിൻസിൽ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ളത് ആരാണ്? പ്രൊഡ്യൂസേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. Which of the following is an example of emulsion? Emulsion എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ഇൻ ലിക്വിഡ് ആണ് അല്ലെ? ലിക്വിഡ് ഇൻ ലിക്വിഡ് ആണ് എമൽഷൻ എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് എന്താണ്? ഒരു ഫേസ് ക്രീം ഒരു എമൽഷൻ എക്സാമ്പിൾ ആണ്, മിൽക്ക് എമൽഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പം എമൽഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസ് ക്രീം, മിൽക്ക് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അക്കോർഡിംഗ് ടു ദ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ പ്രകാരം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആണ് അല്ലെ? നമ്മൾ ഫോഴ്സ് എത്രത്തോളം അപ്ലൈ ചെയ്യുന്നോ അത്രത്തോളം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റവും എന്താവും? ഇൻക്രീസ് ചെയ്യും. ഫോഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കൂടും, ഫോഴ്സ് കുറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റവും കുറയും. ഓക്കെ, അത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ പ്രകാരമാണ് പറയുന്നത്. അടുത്തത്, the kinetic energy of a body of mass 2 kg moving at a constant velocity of 5 meter per second is kinetic energy. Kinetic energy യുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് mv സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മാസ് എത്രയാണ് തന്നിട്ടുണ്ട്? 2 ആണെന്ന് തന്നിട്ടുണ്ട്. വെലോസിറ്റി 5 ആണ്. 5 into 5, 2 ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് വരും? 25 ജൂൾ ആണ് കൈനറ്റിക് എനർജി വരുന്നത്. ഓക്കെ, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോകുന്ന 2 kg മാസ് ഉള്ള ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി 25 ജൂൾ ആണ്. ക്ലിയർ ആയില്ലേ? ഇതുപോലെ പൊട്ടൻഷ്യൽ എനർജിയുടെയും ഒക്കെ നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ചെറിയൊരു ഇക്വേഷൻ അല്ലേ, അത് പഠിച്ചു വെക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. പകരം എന്ത് കിട്ടും? കറക്റ്റ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഒരു മാർക്കും കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ 10th എക്സാം, 12th എക്സാം, ഡിഗ്രി എക്സാം പോലെ ഒന്നും അല്ല കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് എല്ലാവർക്കും അറിയാലോ. ഓരോ മാർക്കും നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നും നമ്മൾ വിടാൻ പാടില്ല. എവിടെ എന്ത് നമുക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എക്സാമിന് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പം എന്താണ്? ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ 35 ക്വസ്റ്റ്യൻസ് നോക്കി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 36ലേക്ക് കടക്കുകയാണ്. Carbon in all its allotropes burns in oxygen to give. കാർബണിന്റെ ഏതൊരു അലോട്രോപ്പ് ഫോമിലാണെങ്കിലും അത് ഓക്സിജനുമായിട്ട് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ഫോം ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, കാർബൺ അതിന്റെ ഏത് അലോട്രോപിക് ഫോമിൽ ഇരിക്കുകയാണെങ്കിലും ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, ഹൗ മെനി മോളിക്യൂൾസ് ഓഫ്, ഇതിനകത്ത് കാർബണും അലോട്രോപ്സും, കാർബൺ ഡൈ ഓക്സൈഡും അലോട്രോപ്സും, കാർബൺ ഏത് എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ബേൺ ചെയ്യുമ്പോഴാണ് കാർബണും അതിന്റെ അലോട്രോപ്സും കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യണത് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ ആൻസർ എന്താണ്? ഓക്സിജൻ ആണ് ആൻസർ. ഓക്കെ, how many molecules of water react with 3 molecules of iron atom to form Fe3O4? Fe3O4 എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റൈറ്റ് ഓക്സൈഡ് ആണ്. മാഗ്നറ്റൈറ്റ് ഓക്സൈഡ് അല്ലെങ്കിൽ മാഗ്നറ്റൈറ്റ് എന്നൊക്കെ അതിനെ പറയും. അത് ഫോം ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ? 3 അയൺ ആറ്റം പ്ലസ് എത്ര വെള്ളം വേണം? ഇവിടെ നോക്കുക, H2O is equal to Fe3O4 ആണ്. ഞാൻ ഇവിടെ നോക്കട്ടെ. ഇവിടെ നമുക്ക് എന്ത് വേണം? Fe 3 എണ്ണം വേണം. അപ്പൊ ഇവിടെ നമ്മൾ 3 ഫോം ചെയ്തു. ഓക്സിജൻ എത്ര എണ്ണം വേണം? 4 എണ്ണം വേണം. ഇവിടെ ആകെ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ത് വേണം? ഇവിടെ 4 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇനി എത്ര ഹൈഡ്രജൻ നമുക്ക് പുറമേക്ക് എടുക്കണം? 4 H2 അല്ലെ? 4 ഹൈഡ്രജൻ മോളിക്യൂൾ നമുക്ക് പുറമേക്ക് ഫോം ചെയ്തെടുക്കണം. ഇതാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ 4 വാട്ടർ മോളിക്യൂൾ ആണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്.
Okay, which of the following terms is used for impurities like clay and sand present in ores? അതായത് ഓറിൽ നമ്മൾ അയൺ ഓറ് ഓരോന്നിന്റെയും ഓറ് നമ്മൾ പറയാറുണ്ട് അല്ലെ, അതിനകത്ത് ക്ലേയും സാൻഡും ഉണ്ടെങ്കിൽ ഇംപ്യൂരിറ്റീസ്, ഓക്കെ, ഇംപ്യൂരിറ്റീസ് ആയിട്ട് ക്ലേയും സാൻഡും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ആ ഇംപ്യൂരിറ്റീസിനെ പറയുന്നത് നമ്മൾ ഒരു പേര് വെച്ചിട്ടാണ് പറയുക. ആ പേരാണ് ഗാങ് എന്ന് പറയുന്നത്. ഗാങ് എന്ന് പറഞ്ഞാൽ ക്ലേയുടെയും സാൻഡിന്റെയും ഇംപ്യൂരിറ്റീസ്, ഓർസിൽ കാണുന്ന, മിനറൽ ഓർസിൽ കാണുന്ന അല്ലെങ്കിൽ ഏതൊരു ഓറിലും കാണുന്ന ക്ലേയുടെയും സാൻഡിന്റെയും ഇംപ്യൂരിറ്റീസിനെ പറയുന്ന പേരാണ് ഗാങ് എന്ന്. ഓക്കെ, ഇനി ഏത് സെല്ലാണ് എപ്പോഴും അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമീബയാണ് അല്ലെ. അമീബയ്ക്ക് ഒരു പെർഫെക്റ്റ് ഷേപ്പ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഷേപ്പ് പറയാനില്ല. എപ്പോഴും അമീബ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, which of the following shows that there is sufficient space between the particles of matter? മാറ്ററിന്റെ പാർട്ടിക്കിൾസ് തമ്മിൽ സഫീഷ്യന്റ് സ്പേസ് ഉണ്ട് എന്ന് അറിയുന്നത് എങ്ങനെയാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ബീയിങ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ വാട്ടർ. വെള്ളത്തിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ അത് പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ മാറ്റേഴ്സിന്റെ പാർട്ടിക്കിൾസ് തമ്മിൽ ആവശ്യമായിട്ടുള്ള സ്ഥലം അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇത് ഈ ഒരു കാരണം മാത്രമല്ല, ഇതിപ്പോ അതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇത് കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു. ഏതൊരു സോളിഡും ലിക്വിഡും നമ്മൾ മിക്സ് ചെയ്യുമ്പോഴും ആ സോളിഡ് പ്രോപ്പർ ആയിട്ട് ലിക്വിഡിൽ മിക്സ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് പറയാം? അവർക്ക് ആവശ്യത്തിനുള്ള സ്പേസ് അവിടെ കിട്ടി എന്ന് നമുക്ക് പറയാം. പ്രോപ്പർ സ്പേസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സോളിഡ് ഒരു സെമി സോളിഡ് പരുവത്തിൽ കിടക്കും, ചില സമയത്ത് കുറച്ചുകൂടെ കട്ടിയിൽ കിടക്കും, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ചപ്പാത്തി മാവും ദോശമാവും ആലോചിച്ചാൽ മതി. ഓക്കെ, ചപ്പാത്തി മാവ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അധികം സ്പേസ് കൊടുക്കാത്ത രീതിയിൽ നമ്മളൊരു സോളിഡ് പരുവത്തിൽ തന്നെ നിർത്തുന്നതാണ് ചപ്പാത്തി മാവ്. നേരെ മറിച്ച് ദോശമാവാണെങ്കിലോ കുറച്ചുകൂടെ എന്താണ്? സ്പേസ് കൊടുത്ത് ഈവൺ ആയിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. When an object is placed in front of a concave mirror of focal length 10 cm. അപ്പോൾ focal length എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, -10. 1/f നമ്മുടെ ഇക്വേഷൻ എന്താണ്? 1/f is equal to 1/u plus 1/v ആണ്. u എന്ന് പറഞ്ഞാൽ എന്താണ്? u ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. v എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് ദ മിറർ ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഇനി നമ്മളോട് ഇതിനകത്ത് നിന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്, ഇമേജിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്. അപ്പൊ മൈനസ് നെഗറ്റീവ് ആണ് ഫോക്കൽ ലെങ്ത് വരിക. 1/u plus 1/20 എന്ന് വരും അല്ലെ, 20 വരില്ലേ? അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/20 മൈനസ് നമുക്ക് എന്ത് വരും? പ്ലസ് 1/-10 എന്ന് വരും, ഇസ് ഈക്വൽ ടു 1/u എന്ന് വരും. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ നമുക്ക് അല്ലെങ്കിൽ ഇത് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ, എങ്ങോട്ടേക്ക് ഇട്ടാലും പ്രശ്നമില്ല, ഇത് ഈ രീതിയിൽ തന്നെയാണ് വരിക. നമുക്ക് ആൻസർ വരുന്ന ടൈമിൽ 20 - 10 എന്ന് പറയുമ്പോൾ 10 എന്ന് വരും, ബൈ -200 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1/u എന്ന് വരും. ഇവിടെ 10 0 ക്യാൻസൽ ചെയ്ത u എന്താണ്? -20 സെന്റിമീറ്റർ ആണ് u ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇങ്ങനെ തന്നെ അല്ലേ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ സിംബൽ ഓഫ് യൂണിറ്റ് ഓഫ് അറ്റോമിക് മാസ്? അറ്റോമിക് മാസിന്റെ യൂണിറ്റ് കാണിക്കാനുള്ള സിംബൽ എന്ന് പറയുന്നത് u ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ u ആണ്. Okay, in a closed circuit, if a charge of 100 coulomb flows for a period of 50 seconds, then the current flowed in the electric circuit. Electric circuit ile current നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ചാർജ് ബൈ ടൈം ആണ് അല്ലേ? അപ്പൊ ഇവിടെ ചാർജ് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 100 കൂളോംബ് ആണ്, ടൈം എത്രയാണ്? 50 സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 ആംപിയർ ആണ് നമുക്ക് അവിടെ കിട്ടുന്ന കറന്റ് എന്ന് പറയുന്നത്.
ഓക്കെ, ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് പ്രോഡക്ട്സ് ആർ ഫോംഡ് ഇൻ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആൻ ആസിഡ് ആൻഡ് എ ബേസ്? ഒരു ആസിഡും ഒരു ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ അവിടെ ഫോം ചെയ്യണത് ഒരു സോൾട്ട് ഫോം ചെയ്യും, പിന്നെ വാട്ടറും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു ആസിഡും ഒരു ബേസും റിയാക്ട് ചെയ്താൽ അവിടെ സോൾട്ട് ഫോം ചെയ്യും, അതിനൊപ്പം തന്നെ വാട്ടറും കൂടെ അവിടെ ഫോം ചെയ്യും. ഓക്കെ, അടുത്തത്, what is the pattern of magnetic field lines at the center of a circular current carrying coil? ഓക്കെ, ഒരു സർക്കുലർ കറന്റ് ക്യാരിയിങ് കോയിലിന്റെ സെന്ററിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോം ചെയ്യും. അതിന്റെ പാറ്റേൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏത് പാറ്റേണിലാണ് അല്ലെങ്കിൽ ഏത് സൈസിലാണ് കാണപ്പെടുക എന്ന് ചോദിച്ചാൽ കണ്ടക്ടറിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പാറ്റേൺ കാണപ്പെടുന്നത്. കണ്ടക്ടർ ചെറുതാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പാറ്റേൺ അത്രത്തോളം കുറവായിരിക്കും, കണ്ടക്ടർ വലുതാണെങ്കിൽ അത്രത്തോളം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം 45 ക്വസ്റ്റ്യൻസ് നോക്കിയതിൽ നിന്നും ഓൾമോസ്റ്റ് നമ്മൾ ഒരു എത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടാവും? ഒരു 90 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടാവും. എന്തായാലും ഒരു 80 ക്വസ്റ്റ്യൻ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് അടുത്ത ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻ, ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിലെ ലാസ്റ്റ് 5 ക്വസ്റ്റ്യനിലേക്ക് പോവാം. harmful metabolic waste are removed from our body by which biological process? നമ്മുടെ ബോഡിയിൽ മെറ്റബോളിക് വേസ്റ്റുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കുടിക്കുന്ന വെള്ളത്തിൽ നിന്നും നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രോസസ്സ് വഴിയും ഒക്കെ ഒരുപാട് വേസ്റ്റ് ബോഡിയിൽ ഉണ്ടാവാറുണ്ട്. ആ വേസ്റ്റിനെ എല്ലാം നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഏത് പ്രോസസ്സ് വഴിയാണ്? എക്സ്ക്രീഷൻ വഴിയാണ് പുറത്തു പോകുന്നത്. എക്സ്ക്രീഷൻ ഇൻ ദ സെൻസ് ഒരു രീതിയിൽ മാത്രമല്ല, നമ്മുടെ ബോഡിയിലെ സ്വെറ്റ് വഴിയും അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഒരു എക്സ്ക്രീഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത്, the phenomenon involved in the formation of image by mirrors. മിറർ ഇമേജ് ഫോം ചെയ്യുന്ന ആ ഒരു ഫിനോമിനൻ ഏത് ഫോമാണ്? റിഫ്ലക്ഷൻ ത്രൂ ആണ് മിറേഴ്സിൽ ഇമേജ് ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തത്, which of the following sexually transmitted diseases are caused by virus? വൈറസ് കാരണം ഉണ്ടാവുന്ന സെക്ഷുവലി ട്രാൻസ്മിറ്റ് ആവുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ, അവസ്ഥകൾ ഏതാണത്? വാട്സും എയ്ഡ്സും ആണ്. വാട്സും എയ്ഡ്സും വൈറസ് ആണ് ഫോം ചെയ്യണത്, കോസ് ചെയ്യണത്. അത് സെക്ഷുവലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ് ആണ്. Okay, in our body, brain and spinal cord together constitute the central nervous system. ബ്രെയിനും സ്പൈനൽ കോഡും ചേർന്നിട്ടാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഉള്ളത്. ബ്രെയിനിലുള്ള ക്രേനിയൽ നെർവ്സും സ്പൈനൽ കോഡിലുള്ള സ്പൈനൽ നെർവ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ടാവുന്നത്. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വിച്ച് ഓർഗനൽ ഈസ് ഓൺലി ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽസ്? പ്ലാന്റ് സെൽസിൽ മാത്രം കാണപ്പെടുന്ന ഓർഗനൽ ആണ് മൈറ്റോകോൺട്രിയ. പവർ ഹൗസ് ഓഫ് സെൽ എന്നാണ് നമ്മൾ മൈറ്റോകോൺട്രിയനെ പറയുന്നത് അല്ലെ? പവർ ഹൗസ് ഓഫ് സെൽ എന്നാണ് പറയുന്നത്. അത് എവിടെ മാത്രമാണ് കാണപ്പെടുന്നത്? പ്ലാന്റ് സെല്ലിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 50 ക്വസ്റ്റ്യൻസ് നോക്കി. സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ ALPയിൽ കഴിഞ്ഞ ALPയിൽ ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് പഠിച്ചു. 50 ക്വസ്റ്റ്യൻസ് പഠിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിനൊപ്പം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? അതിന്റെ കൂടെ തന്നെ വരാൻ ചാൻസ് ഉള്ള, ആ ക്വസ്റ്റ്യനിൽ തന്നെ വരാൻ സാധ്യതയുള്ള ട്വിസ്റ്റുകളെ കുറിച്ചും നോക്കി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 100 ക്വസ്റ്റ്യനോളം നമ്മൾ ഇതിനകത്തുനിന്ന് പഠിച്ചിട്ടുണ്ട്. പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം, നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. മാത്സ് റീസണിങ്ങിനോടൊപ്പം തന്നെ GKയും പ്രിപ്പയർ ചെയ്ത് പോവുക. കാരണം എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് സയൻസും GKയും ഒക്കെ സ്കിപ്പ് ചെയ്യും. മാത്സും റീസണിങ്ങും വെച്ച് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാം എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കയറിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ നമ്മൾ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ കോമ്പറ്റീഷൻ കൂടുകയാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ഓരോ മാർക്കും, അത് ഏത് ടോപ്പിക്കിൽ നിന്നുള്ള ഏത് ക്വസ്റ്റ്യനിൽ നിന്നാണെങ്കിലും കിട്ടുന്ന ഓരോ മാർക്കും നമ്മുടെ റാങ്ക് ഒരുപാട് ഫ്രണ്ടിലേക്കും ഒരുപാട് ബാക്കിലേക്കും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് കിട്ടാവുന്ന സോഴ്സിൽ നിന്നെല്ലാം മാക്സിമം പഠിക്കുക. വരിച്ചു വാരി കുറേ പഠിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായി ഫോക്കസ് ചെയ്ത് വൃത്തിയായി പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ
ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് RRB SSC കണ്ടന്റ്സ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ സബ്ജക്ട്സും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് കീർത്തി എന്നുമാണ്. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറയേണ്ട കാര്യമായിരുന്നു, പക്ഷെ എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി നോക്കുക, നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടു വെക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.